അനുഷ്ക എന്ന് വിളിക്കുന്ന അലസാന്ദ്ര വിൻസിയും നദിയയും. ഇവർ രണ്ടുപേരും ഇറ്റലിയിലെ ഓർബസാനു എന്ന പ്രദേശത്ത് ഗണപതി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നു. അതായത് ഇപ്പോൾ സോണിയാഗാന്ധിയിലേക്കും അടൂർ പ്രകാശിലേക്കും ആന്റോ ആന്റണിയുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. ഈ ആരോപണം ഇവർ മാറ്റിവെക്കാൻ പറ്റില്ല. അതിന്റെ പേരില് രാജാ രവിവർമ്മയുടെ ഒരു പേരക്കുട്ടിയാണ് അതിനെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 1 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഈ ആസ്തി അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാ. നമസ്കാരം, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിൽ വളരെ ആമുഖങ്ങളൊന്നും ആവശ്യമില്ലാത്ത EP നന്ദകുമാറാണ്. നമസ്കാരം നന്ദുടാ. നമസ്കാരം. അതേടാ, ഈ സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ മേലായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു ബൂമറാങ് പോലെ കോൺഗ്രസിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതായത് ഇപ്പോൾ സോണിയാഗാന്ധിയിലേക്കും അടൂർ പ്രകാശിലേക്കും ആന്റോ ആന്റണിയുടെയും പേരുകളൊക്കെ പറയുന്നുണ്ട്. അതായത് മുൻകാലങ്ങളിൽ നമുക്കറിയാം, ഒരു കോൺഗ്രസ് നേതാവിന് കേരളത്തിൽ നിന്ന് സോണിയാഗാന്ധിയിലേക്ക് എത്തുന്ന ദൂരം വളരെ വലുതായിരുന്നു. ഒരുപാട് പെർമിഷനുകൾ വേണം അങ്ങോട്ടേക്ക് എത്താനായിട്ട്. പക്ഷേ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾ നിഷ്പ്രയാസം കയറി ചെല്ലുകയും കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുകയും ഇതെല്ലാം തന്നെ കോൺഗ്രസിലൊരു സംശയം ജനിപ്പിക്കില്ല ജനങ്ങളുടെ ഇടയിൽ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട്. കാരണം ഇപ്പോൾ ഇതിനകത്ത് ഇത് വസ്തുതയാണെന്നുള്ളതിനും തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ഇത്ര വലിയ കള്ളനാണെന്ന് അറിഞ്ഞിരുന്ന ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഒരു സമ്മതിക്കും. കാരണം പഴയകാല സരിതയുടെ സംഭവമൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. നിരവധി കൊള്ളക്കാരായിരിക്കുന്ന ആളുകൾ കോൺഗ്രസ്സുകാരുമായിട്ട് നല്ല ഉറ്റബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതിനകത്ത് ഒന്ന് മാത്രമാണ്. പക്ഷേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു വശമാണത്. അടൂർ പ്രകാശ് ഈ വസ്തു സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വ്യക്തമാണ്, സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതേപോലെ തന്നെ ഗോവർദ്ധനും കണ്ടു എന്നുള്ള വസ്തുതയാണ്. അവർ മാത്രമായിരിക്കില്ല കണ്ടിട്ടുണ്ടാവുക. ഇതൊരു വലിയൊരു സംഘമാണ്. ഇതിനെ സംബന്ധിച്ച് നേരത്തെ ഒരു കേസ് വരെ നിലവിലുണ്ട്. സോണിയാഗാന്ധിയുടെ 2 സഹോദരിമാരുണ്ട്. അവർ ഇറ്റലിയിലാണ്. ഇറ്റലിയിലെ അവരുടെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയാം. ആ സ്ഥലത്ത് അവർക്ക് ഒരു പുരാവസ്തു ഗവേഷണത്തിൻ്റെ ഒരു സ്ഥാപനം അവർ നടത്തുന്നുണ്ട്. അനുഷ്ക എന്ന് വിളിക്കുന്ന അലസാന്ദ്ര വിൻസിയും നദിയയും. ഇവർ രണ്ടുപേരും ഇറ്റലിയിലെ ഓർബസാനു എന്ന പ്രദേശത്ത് ഗണപതി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് അലിഗേഷൻ നേരത്തെ ഏകദേശം ഒരു 10 കൊല്ലമായിട്ടുണ്ട്. ഈ 10 വർഷങ്ങൾക്ക് മുമ്പായിട്ട് ആരോപണം ആദ്യമായിട്ട് വന്നത് രവിവർമ്മയുടെ ചിത്രങ്ങൾ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് അടിച്ചു മാറ്റിയിട്ട് വിദേശത്ത് കൊണ്ടുപോയിട്ട് ഇവരുടെ സ്ഥാപനത്തിൽ കൊണ്ടുവച്ച ആരോപണം സോണിയാഗാന്ധിക്കെതിരായിട്ടുണ്ട്. ഈ ആരോപണം ഇവർ മാറ്റിവെക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ രാജാ രവിവർമ്മയുടെ ഒരു പേരക്കുട്ടിയാണ് അതിനെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് നിലവിലിരിക്കുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ അതിൻ്റെ കേസിൻ്റെ അവസ്ഥയെക്കുറിച്ച് എനിക്കറിയില്ല. ഏതാണെങ്കിലും ഇത്തരം ആരോപണങ്ങൾ, നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സോണിയാഗാന്ധിയിലേക്ക് ഇവർ എത്തിച്ചേർന്നു എന്നുള്ളത് യാദൃച്ഛികമല്ല. അതിനാര് കൊണ്ടുപോയി എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. അത് ചിലപ്പോൾ അടൂർ പ്രകാശ് ആയിരിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു അടൂർ പ്രകാശിന് പങ്കുണ്ട്. കാരണം അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇയാൾ കൊള്ളക്കാരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇയാൾ കൊള്ളക്കാരനാണെന്ന് മനസ്സിലാക്കാതെ കണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് യോഗ്യനല്ല എന്നുള്ളതാണ് എൻ്റെ അനുമാനം. കാരണം പൊതുപ്രവർത്തനം ഇതൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയൊരാളൊന്നും അല്ലല്ലോ. അതേപോലെ തന്നെ ഗോവർദ്ധനും പുതിയ ആളായിരുന്നോ? പുതിയ ആളൊന്നും അല്ലല്ലോ. ഇത് ഇത്തരം ഒരു വലിയൊരു ചെയിനുണ്ട് ഇവിടെ. ഈ ചെയിനാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ളൊരു കൊള്ള സംഘത്തിനകത്ത് ഇതിനകത്ത് രാഷ്ട്രീയം മാത്രമല്ല. നമ്മൾ കേവലം രാഷ്ട്രീയമായിട്ട് ആരോപണം ഉന്നയിക്കാൻ എനിക്ക് ഈ കാര്യത്തിൽ ഉദ്ദേശമില്ല. ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട്. പിണറായി വിജയൻ്റെ പങ്കിനെ സംബന്ധിച്ച് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി. ബാക്കിയുള്ളവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട്. ഞാൻ നേരത്തെ ഒരിക്കൽ ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളം ഭരിച്ചിരിക്കുന്ന കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഭരിച്ചിട്ടുള്ള എല്ലാ ദേവസ്വം വകുപ്പ് മന്ത്രിമാരുടെയും എല്ലാവരെയും അന്വേഷിക്കണം. UDFൻ്റെ കാലത്തുള്ളവരെ അന്വേഷിക്കണം. അവരുടെ കാലത്താണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി അമ്പലത്തിൽ വന്ന് 2014 മറ്റാ TN ആദ്യമായിട്ട് വരുന്നത്. 2014. അത് 2016 തുടങ്ങിയിട്ട് പിണറായി വിജയൻ്റെ ഭരണം വന്നു. പിണറായി വിജയൻ്റെ ഭരണത്തിലുണ്ടായിരുന്ന ആളുകൾ കടമ്പള്ളി സുരേന്ദ്രനായാലും K രാധാകൃഷ്ണനാണെങ്കിലും വാസവനാണെങ്കിലും എല്ലാവർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട്. ആർക്കും മാറ്റി നിർത്താൻ സാധ്യമല്ല. അവരുടെ പങ്കിനെ കുറിച്ചൊക്കെ അന്വേഷിക്കണം. അവരില്ലെങ്കിൽ അവർ നിരപരാധി എന്ന് പറയട്ടെ. അപ്പോൾ അതിനകത്ത് ആകെയുള്ള പ്രശ്നം ഇത് ആരെ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് അന്വേഷിക്കേണ്ടത് ഒരിക്കലും SIT മാത്രമായിരിക്കരുത്. കാരണം SITക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കേരളത്തിനകത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് SIT പരിശോധിക്കുക. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇതൊരു ഇൻ്റർനാഷണൽ ഏജൻസിയാണത്. ഈ ഇൻ്റർനാഷണൽ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്ന CBI തുടങ്ങിയിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന ഏജൻസികൾ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കണം. അതിന് രാഷ്ട്രീയ ഇടപെടലുകൾ ആവശ്യമില്ല. അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെടേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ BJPയോ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇടപെടാതെ കണ്ട് CBI കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്ക് നിശ്ചയമായിട്ടും ഉറപ്പുണ്ട് ഇതിൽ സത്യാവസ്ഥ തെളിഞ്ഞു വരും. അല്ലെങ്കിൽ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വസ്തുത കേരളത്തെ സംബന്ധിച്ചുണ്ട്.
ഇപ്പം നമുക്ക് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാം, ജയലളിതയെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കരുണാനിധിയെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, യെദ്യൂരപ്പ വേണമെങ്കിൽ കർണാടകത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം, കേന്ദ്രത്തിൻ്റെ മുൻ ഹോം മിനിസ്റ്റർ ആയിരിക്കുന്ന ചിദംബരത്തിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കേരളത്തിൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പിണറായി വിജയനെ മാത്രമല്ല, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഉമ്മൻചാണ്ടി തൊടാൻ സാധിക്കില്ല, കെ കരുണാകരനെതിരായിട്ട് അന്വേഷണം വരില്ല, ഒരൊറ്റ മന്ത്രിക്കെതിരായിട്ട് കേരളത്തിൽ അന്വേഷണം വരില്ല. വരുന്ന അന്വേഷണങ്ങളൊന്നും തെളിയിക്കപ്പെടില്ല. കാരണം തെളിയിക്കപ്പെടാതിരിക്കാൻ പാകത്തിന് SIT പോലെയുള്ള ചില അന്വേഷണ ഏജൻസികളുടെ കെടുകാര്യസ്ഥതയും കഴിവുകേടും നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വസ്തുത. ഞാനതുകൊണ്ട് എനിക്ക് ഒരു സംശയവുമില്ല, SITയുടെ പ്രവർത്തനം 6 മാസക്കാലത്തോളം കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ കേസിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിക്കുന്ന തേച്ചുമാച്ച് കളയലാണ് ഇവരുടെ ദൗത്യം. ഈ തേച്ചുമാച്ച് ഇവർ കളയും. നമ്മളെല്ലാ സംഭവത്തിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കാര്യങ്ങൾ കേസുകളൊക്കെ ഇല്ലാണ്ടാവാൻ കാരണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള കാരണം രാഷ്ട്രീയം നോക്കിയിട്ട് മാത്രമല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഉന്നതന്മാരായിരിക്കുന്ന ആളുകൾ കാണിക്കുന്ന കൊള്ളരുതായ്മകളൊന്നും കേരളത്തിൽ ശിക്ഷിക്കപ്പെടുന്നേയില്ല. ഒരു മലയാളി നേതാവിൻ്റെ പേര്, ശിക്ഷിക്കപ്പെട്ട നേതാവിൻ്റെ പേര് നമുക്ക് പറയാൻ സാധിക്കുമോ? ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും പല മുഖ്യമന്ത്രിമാരും ജയിലിലായിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി ആളുകൾ അത്തരത്തിൽ ജയിലിലായിട്ടുണ്ട്. അവരെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന അന്വേഷണം നടക്കലോ അന്വേഷണത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിലോ കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ പലപ്പോഴും കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണുള്ളത്. ഇതും ശരിക്കും അത് തന്നെയാണ് സംഭവിക്കുക. ഇതിലിവർ ഒരു ചക്രത്തി പോരാട്ടം നടത്തുക. അടൂർ പ്രകാശ് പറയും പിണറായി വിജയനാന്ന് പറയും, പിണറായി വിജയൻ പറയും സോണിയാഗാന്ധിക്കാന്ന് പറയും. ഈ രണ്ടുപേർക്കും പങ്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോണിയാഗാന്ധിക്ക് ഇക്കാര്യത്തിൽ പങ്കിനെക്കുറിച്ച് വ്യക്തമാക്കേണ്ടതാണ്. സോണിയാഗാന്ധി തൻ്റെ പങ്കിനെക്കുറിച്ച് വ്യക്തമാക്കണം. അവർക്ക് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് കൊടുത്തത്, ഗോവർദ്ധൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് കൊടുത്തത്, ഈ കയ്യിൽ എന്തിൻ്റെ പേരിലാണ് ഒരു ചരട് കെട്ടി കൊടുത്തത്, അവർ കൊടുത്ത ഫലകത്തിൻ്റെ ഒരു ഫലകം കൊടുത്തിട്ട് ഇവർ കാണാൻ സമയത്ത് അതെന്തായിരുന്നു, ഇത്യാദി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ. ഇന്ന് മാത്രമല്ല, സോണിയാഗാന്ധിയുടെ സഹോദരിയുണ്ട്. ഈ സഹോദരിമാരെ ഞാൻ നേരത്തെ പറഞ്ഞ 2 സ്ഥാപനങ്ങളുണ്ട്. ഗണപതി എന്ന് പറയുന്ന പുരാവസ്തു ശേഖരണത്തിൻ്റെ സ്ഥാപനമുണ്ട്. ആ ശേഖരണത്തിൻ്റെ സ്ഥാപനത്തിനകത്തുള്ള കാര്യങ്ങളൊന്ന് പുറത്തു വരട്ടെ. അതിൽ ഞാൻ മനസ്സിലാക്കുന്ന മിക്കവാറും എല്ലാം ഉള്ളത് ഇന്ത്യൻ പുരാവസ്തുക്കളാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, സുബ്രഹ്മണ്യ സ്വാമി ആരോപിച്ചിരിക്കുന്നതാണ്. 10 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ആരോപിച്ചിരിക്കുന്നതാണ്. ഈ ആരോപണത്തിന് സത്യമുണ്ട്, പിൻബലമുണ്ടെന്നുള്ളതാണ് ഈ വസ്തുക്കൾ തെളിയിക്കുന്നതാണ്. അപ്പോൾ അടൂർ പ്രകാശ് ഇന്നിപ്പോൾ എന്തെല്ലാം തേച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ശരിക്ക് അടൂർ പ്രകാശിനെ അറിഞ്ഞില്ല. അത് അടൂർ പ്രകാശിൻ്റെ കഴിവുകേടാണ്, വിവരക്കേടാണ്, രാഷ്ട്രീയ ബോധമില്ലാത്തതിൻ്റെ പേരിലാണ്, അഴിമതിയുള്ള താല്പര്യം കൊണ്ടാണ്. ഇതൊക്കെ അല്ലായിരുന്നെങ്കിൽ അടൂർ പ്രകാശിന് അറിയേണ്ടതാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നുള്ള അറിയേണ്ടതാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ, അല്ലെ ഈ അടൂർ പ്രകാശ് മാത്രമാണോ, അതോ അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ പത്തനംതിട്ടയിൽ ശബരിമലയ്ക്ക് ഇരിക്കുന്ന ഭാഗത്തെ പാർലമെൻറ്റ് മെമ്പറായിരിക്കുന്ന ആൻ്റണി കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ 2 പേർക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ശബരിമല മാത്രമാണോ എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് 500 കോടി റുപ്യയുടെ സാധനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1000-ലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ എന്ന് വെച്ചാൽ ശബരിമല മാത്രമായിരിക്കില്ല, ശബരിമല ഉണ്ടാവാം. അല്ല, സംസ്ഥാനത്തൊട്ടാകെ ഒരു 1000 കോടിയുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ കൊള്ളയടിക്കാനായിട്ട് ലക്ഷ്യം വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതെ, ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൽക്കാലം ഇവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഇപ്പൊ ഇവർ തന്നെ പറഞ്ഞു ബി കലവറ തുറക്കണം, മറ്റേ കലവറ തുറക്കണം, അതിനകത്ത് 1 ലക്ഷം കോടി റുപ്യയുടെ ആസ്തിയുണ്ട്. ഈ ആസ്തി അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ്, ഈ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. കേരളത്തിൽ നിരവധി, ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ പോയതിനെ സംബന്ധിക്കുന്ന വലിയ ആരോപണമുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ പോലെയുള്ള പണികൾ ഇതൊക്കെയാണ്. ഇതിന് കൂട്ടുനിൽക്കുന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ ആളുകൾ. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആളുകൾ ഒന്ന് വാസുവാണ്, അയാൾ അതിൻ്റെ കമ്മീഷണറായിരുന്നു ഒരു കാലത്ത്. അതിന് മുമ്പ് പത്മകുമാറാണ്. പത്മകുമാറിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തേങ്ങയുടെ കോൺട്രാക്ട് എടുത്തിരുന്ന ആളാണ്. ശബരിമല തേങ്ങ അടിക്കുമല്ലോ, ആ തേങ്ങയുടെ കോൺട്രാക്ട് അടിക്കുന്ന ആളായിരുന്നു പത്മകുമാറിൻ്റെ അച്ഛൻ. അങ്ങനെ ഈ ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറും വാസുക്കൂടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഇവർക്ക് ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട്. ഒരു വലിയ ശൃംഖലയാണ്. ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് എന്ന് കോൺഗ്രസ് എന്നുള്ള ഒരു വകഭേദം ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൽ മാത്രമായിരിക്കുന്നില്ല. ഇപ്പോൾ ദേവസ്വം ബോർഡുകളുടെയൊക്കെ സ്ഥിതി എങ്ങനെയാണ്? കേരളത്തിലെ ദേവസ്വം ബോർഡുകളൊക്കെ ഒരു കറവ പശുക്കളാണ്. ഇവരുടെ അഴിമതിക്കാരുടെ കറവ പശുക്കൾ, വിവരമില്ലാത്ത ആളുകൾ ക്ഷേത്രത്തെ സംബന്ധിച്ച്. ആ ക്ഷേത്രത്തിന് എനിക്കറിയാവുന്നൊരു ദേവസ്വം ബോർഡ് മെമ്പറുടെ ഒരു തമാശയുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞിങ്ങനെ താഴികക്കുടം ചോർന്നൊലിക്കുന്നു എന്ന് പറഞ്ഞ്. ഈ താഴികക്കുടം എന്ന് പറഞ്ഞാൽ ഈ കിഴങ്ങൻ എന്താണെന്ന് അറിയാൻ പാടില്ല. അയാൾ ധരിച്ചത് താഴികക്കുടം എന്ന് പറഞ്ഞൊരു കുടമാണെന്ന് വിചാരിച്ച്. ഈ സാധനം ഒന്ന് എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു പുള്ളി. അത്രയും വിവരക്കേട് പറയുന്ന
ക്ഷേത്രത്തെ സംബന്ധിച്ച് വിശ്വാസമില്ലാത്ത, ക്ഷേത്ര ആരാധന എന്താണ് തിരിച്ചറിയാൻ പാടില്ലാത്ത മന്ദബുദ്ധികളായിരിക്കുന്ന ആളുകളാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാലോ. അടുത്ത കാലത്ത് നമ്മളൊരു പടം കണ്ടിട്ടുണ്ടാവും. അവിടെ 3 ആളുകൾ എന്നിട്ട് ശബരിമല ക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കുന്നു. ഒന്ന് ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയാണ്, കടകംപള്ളി സുരേന്ദ്രൻ എന്നതിൻ്റെ ഓർമ്മ, വേറൊന്ന് പത്മകുമാറാണ്, അതുകൂടാണ്ട് വാസു എന്നാണ് ഒരു മൂന്നാമത്തെ ആള്. ഈ 3 കിഴങ്ങന്മാരും കൂടി കൂടിയിട്ട് അവിടെ നട തുറക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ശബരിമലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ശബരിമല സന്നിധാനത്തിൽ നിന്ന് ഭഗവാനെ കൈകുപ്പിക്കൊണ്ട് ഭഗവാനെ വണങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ അവരെ മുഴുവൻ ശ്രദ്ധയെ തകിടം മറിക്കാൻ പാകത്തിന് ക്ഷേത്രത്തെ അപമാനിക്കാൻ പരിശ്രമിച്ച 3 പേരാണ് ഈ പറയുന്ന വാസുവും കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറും ഒക്കെ. അപ്പോൾ അവരിൽ 2 പേർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, ഭഗവാന്റെ അതിന് കടുത്ത ശിക്ഷ കിട്ടി. ഞാൻ വിശ്വസിക്കുന്നത് ഒരു സംശയമില്ല കാര്യത്തിൽ, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു സംശയം എനിക്ക് അക്കാര്യത്തിലില്ല. അതിൽ കടകംപള്ളി സുരേന്ദ്രന് മാറിയിക്കാൻ സാധ്യമല്ല, പിണറായി വിജയന് മാറിയിക്കാൻ വേണ്ടി സാധ്യമല്ല, അടൂർ പ്രകാശിന് മാറിയിക്കാൻ സാധ്യമല്ല, ആന്റോ ആന്റണിക്ക് മാറിയിക്കാൻ വേണ്ടി സാധ്യമല്ല, സോണിയാഗാന്ധി വരെ നാളെ ഇതിനകത്ത് പെട്ടാൽ അത്ഭുതപ്പെടാനില്ല. ആരൊക്കെയാണോ ഇവിടെ സ്വർണം അടിച്ചു മാറ്റാൻ പരിശ്രമിച്ചത്, അതിൽ രമേശ് ചെന്നിത്തല പറയുന്ന വാക്കുകളോടാണ് എനിക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസം വരുന്നത്. രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം സത്യസന്ധമായിട്ട് ഈശ്വരവിശ്വാസി എന്ന നിലയ്ക്ക് പറഞ്ഞിരിക്കുന്നത് 500 കോടിയിൽ പരം ഉറുപ്പിയുടെ സ്വത്തുക്കൾ എന്നാണ്. അതിലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി 1000 കോടിയുടെ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സംശയമുള്ളത്. ഏതാണെങ്കിലും കേരളത്തിലുള്ള എല്ലാ നിരവധി ക്ഷേത്രങ്ങളും ഇത്തരത്തിൽ കൊള്ളയടിക്കാനുള്ള വലിയ പരിശ്രമം, ഈ തരത്തിൽ വലിയൊരു റാക്കറ്റ് കേരളത്തിൻ്റെ ഹൈക്കോടതി പോലും അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെന്നെ പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഫലമാണിതെന്ന് ആ കോടതി പറഞ്ഞിട്ടുണ്ട്. SITക്ക് പോലും നിർബന്ധിയായിട്ട് പറയേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അത്യന്തം അപകടകരമായിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ ക്ഷേത്രവിശ്വാസികൾ മാത്രമല്ല, നമുക്ക് ആദ്യം ചിലപ്പോൾ തോന്നും ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രശ്നമെന്ന്. ക്ഷേത്രത്തിൻ്റെ മാത്രമായിരിക്കില്ല, ക്ഷേത്രം കഴിഞ്ഞാൽ അവർ ക്രൈസ്തവ ദേവാലയങ്ങളായിരിക്കാം. ഈ പറയുന്ന ദേവാലയങ്ങളിലെല്ലാം തന്നെയുള്ള സ്ഥാവര ജംഗമ സ്വത്തുക്കൾ കൊള്ളയടിക്കാനുള്ള ആസൂത്രിതമായിരിക്കുന്ന പരിശ്രമങ്ങൾ ഈ തരത്തിൽപ്പെട്ട ഇൻ്റർനാഷണൽ ഏജൻസിയുടെ സഹായത്തോടു കൂടിക്കൊണ്ട് ഇവർ നടപ്പിൽ വരുത്തുവാനുള്ള എല്ലാ സാഹചര്യവും നിലവിലുണ്ട്. ഏതാണെങ്കിലും അത്യന്തം അപകടകരം എന്ന് മാത്രമേ ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഒരു കാരണവശാലും മലയാളിയെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന നിലയ്ക്കല്ല, അപമാനിക്കാവുന്ന മാത്രമല്ല, അത്യന്തം ഹൃദയഭേദകമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.